അതിഥികളായി ടി ഗോപിനാഥ്, ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ, ഒപ്പം തന്നെ നിജേഷ് അരവിന്ദ്, കോൺഗ്രസ് നേതാവ് നമുക്കൊപ്പം ചേരും. അതിഥികളിലേക്ക് കടക്കാം. അതിനു മുൻപ് ഇതിന്റെ യാഥാർത്ഥ്യം നമുക്ക് കാണാം. ഞങ്ങളുടെ റിപ്പോർട്ടർമാർ എം കമൽ വയനാട്ടിൽ നിന്നും രാഹുൽ കെ വി കോഴിക്കോട് നിന്നും ചേരുകയാണ്. വയനാട്ടിൽ ഇന്ന് സ്വകാര്യ ബസ്സുകളുടെ സമരം നടക്കുകയാണ്. കമൽ ചേരുന്നുണ്ട്. കമൽ നേരത്തെ തയ്യാറാക്കിയ റിപ്പോർട്ടും അവിടുത്തെ ജനം നേരിടുന്ന പ്രതിസന്ധിയും ഒക്കെ നമ്മൾ കാണുന്നു. ഉച്ചവരെ എത്തുമ്പോൾ സമരം എങ്ങനെ, പണിമുടക്ക് എങ്ങനെ മുന്നോട്ട് പോകുന്നു? എത്രമാത്രം ദുരിതത്തിലാണ് അവർ? അക്ഷയ, സ്വകാര്യ ബസ് ഉടമകളും അതോടൊപ്പം തൊഴിലാളികളും നടത്തുന്ന സമരം വയനാട്ടിൽ പൂർണ്ണമാണ്. സ്വകാര്യ ബസ്സുകൾ എവിടെയും സർവീസ് നടത്തുന്നില്ല. KSRTC ബസ്സുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ യാത്രാക്ലേശം രൂക്ഷമാണ്. പണിമുടക്കിയ ബസ് ഉടമകളും തൊഴിലാളികളും കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. സമരത്തിന് ശേഷം അവരാണ് ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത്. ഈ ഇന്നിപ്പോൾ പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യം, വയനാട്ടിൽ ഇത് ആദ്യം ബാധിക്കുക, അല്ലെങ്കിൽ വയനാട്ടിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. വയനാട്ടിനെ സംബന്ധിച്ചോളം പ്രത്യേകതയുണ്ട്. എന്താ വിഷയം എന്ന് പറഞ്ഞാൽ, വയനാടിനെക്കാട്ടും ഒരുപാട് ഭൂവിസ്തൃതിയും അതുപോലെ തന്നെ ജനപ്പെരുപ്പമുള്ള മലപ്പുറത്ത് 90 വണ്ടികൾ ഓടുമ്പോൾ വയനാട് ജില്ലയിൽ 190 വണ്ടികളാണ്. അത് തന്നെ ഏറ്റവും വലിയ നഷ്ടത്തിലേക്ക് പോകുന്ന കാര്യം. മാത്രമല്ല, അതിരൂക്ഷമായ ഇന്ധന വിലവർദ്ധനവും അതോടൊപ്പം സ്പെയർ പാർട്സുകളുടെ വിലവർദ്ധനവും ടയർ ഇൻസ്റ്റോളിംഗ് ഉൾപ്പെടെ വിലവർദ്ധനവും ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ പ്രതിസന്ധിയായിട്ട് ഇങ്ങനെ ഒരു. എത്ര നഷ്ടമുണ്ട് നിങ്ങൾക്കൊക്കെ? ശരി, ഒരു ദിവസം 3000 മുതൽ 6000 വരെ നഷ്ടപ്പെടുന്ന ബസ്സിൽ. എൻ്റെ റൂട്ട് മാനന്തവാടി ടു നിലവിൽപ്പേർ റൂട്ടാണ്. ഇപ്പോൾ നിലവിൽ 3000 രൂപയോടാണ് ദിവസം ഷോട്ട് വരുന്നത്. തൊഴിലാളികൾ കൂടിയുണ്ട്, കണ്ടക്ടറാണല്ലേ. നിങ്ങളുടെ തൊഴിലിനെ ഇതെങ്ങനെ ബാധിക്കുന്നത്? അതായത് ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ഉണ്ടായിരുന്നവരും കൂടെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. സ്ഥിരമായി ഞങ്ങളുടെ വണ്ടിയിൽ യാത്ര ചെയ്തിരുന്ന സ്ത്രീകളടക്കം മാറി നിൽക്കുന്ന, ഞങ്ങളുടെ വണ്ടി കാണുമ്പോൾ കയറുന്നില്ലാത്തൊരവസ്ഥയിൽ. ഞങ്ങൾക്ക് കൂലിയിലും വലിയ കുറവുണ്ട്. അതേപോലെ മുതലാളികൾക്ക് എണ്ണ അടിക്കാനുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും അങ്ങനെയൊക്കെ വളരെ ഒരു വലിയ പ്രതിസന്ധിയിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. തൊഴിലാളികളെ സംബന്ധിച്ച് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്? സാറ്, മാനന്തവാടി കൽപ്പറ്റ ഓടുന്ന വണ്ടിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മാനന്തവാടി കൽപ്പറ്റയിലാണ് ഈ KSRTC പ്രിയദർശിനി ഓടുന്നത്. അതിൽ 5 മിനിറ്റ് തോതിൽ KSRTCയും അതുകൂടാതെ കോഴിക്കോട് നിന്ന് വരുന്ന TTയും കൃത്യമായി സർവീസ് നടത്തുന്ന ഒരു റൂട്ടാണ്. ഒരു മാനന്തവാടി ബസ് വെച്ച് കഴിഞ്ഞാൽ മുമ്പിലും ബേക്കിലും KSRTC ഉള്ളതുകൊണ്ട് നമ്മളെ വണ്ടിയിൽ ഒരാളും കയറാതെ മാറി നിൽക്കുകയും വണ്ടി വരുമ്പോൾ എല്ലാം തന്നെ KSRTCക്ക് കയറുകയും ഡീസൽ അടിക്കാൻ വരെ പൈസ കിട്ടാത്ത ഒരവസ്ഥ. എന്നാൽ ഇഷ്ടംമാതിരി സ്ഥലമുള്ള ഒരു വണ്ടി ഇല്ലാത്ത സ്ഥലമുണ്ട്. അവിടേക്കൊന്നും തന്നെ KSRTCക്കാർ വണ്ടി വിടാണ്ടെയും ഒരു വണ്ടിയെ ലക്ഷ്യമാക്കി മാത്രം സർവീസ് നടത്തുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാത്രമാണ് KSRTC മാറുന്നത്. അതുകൂടാണ്ട് ഈ വണ്ടിയിൽ കയറുന്ന ജീവനക്കാരെല്ലാം തന്നെ സർക്കാർ ജീവനക്കാരാണ്. KSRTC കയറുന്ന 90% ആൾക്കാരും അവർ 1 ലക്ഷം മുതൽ ശമ്പളം മേടിക്കുന്ന ജീവനക്കാർ രാവിലെയും വൈകുന്നേരം കൃത്യമായിട്ട് സർവീസ് നടത്തുന്ന അവരെ കീശയിലേക്കാണ് ഈ പൈസയുടെ ലാഭം വരുന്നത്. അതുകൂടാണ്ട് പ്രൈവറ്റ് ബസ്സിൽ കയറുന്ന ആൾക്കാർ സാധാരണ ജനങ്ങളാണ്. എന്നാൽ KSRTCക്ക് കയറുന്ന ജനങ്ങൾ എന്നെ പോലത്തെ വീട്ടിലത്തെയോ മറ്റുള്ള ജനങ്ങളുടെ വീട്ടിലത്തെയോ അമ്മമാർക്കോ പെങ്ങന്മാർക്കോ ഇതിൻ്റെ അവസരം കിട്ടുന്നില്ല. ഇതെല്ലാം കൃത്യമായി കിട്ടുന്നത് ജനങ്ങളുടെ ഗവൺമെൻറ് ജീവനക്കാർക്കും അവരുടെ സഹപാഠികൾക്കും മാത്രമാണ്. ബസ് സംഘടനയുടെ നേതാക്കളൊക്കെ ഉണ്ട്. ഏത് രീതിയിലാണ് ഇത് ബാധിച്ചത്? ഇവിടെ വയനാട് ജില്ലയിലെ ഈ ഒരു പ്രശ്നം വളരെ രൂക്ഷമാണ്. അത് ഇവിടെ നിങ്ങൾ ഇതിനു മുമ്പും ഇപ്പോഴും നിരവധി ആളുകളായിട്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവിടുത്തെ പ്രശ്നം, ഈ വയനാട് ഒരു പിന്നോക്ക ജില്ലയാണ്. ഈ ജില്ലയിൽ കൂടുതലായിട്ട് യാത്രക്കാരായിട്ട് വരുന്നത് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളും അതുപോലെ തന്നെ ഏകദേശം പകുതിയിലേറെ വിദ്യാർത്ഥികളും അതുപോലെ നല്ലൊരു ശതമാനം വനിതകളുമായിരുന്നു. ഇവിടെ നമ്മളെല്ലാവരും പറയുന്നത് പോലെ ശാസ്ത്രീയമായ ഒരു പഠനം നടത്താതെയാണ് ഇത് അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. അതായത് കേരളത്തിൽ 3000-ഓളം KSRTC ഓർഡിനറി സർവീസ് ഉണ്ട് എന്നാണ് അതിൻ്റെ വകുപ്പ് മന്ത്രി നമ്മളോട് ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നതിന് മുൻപ് സംസാരിച്ച ആളുകൾ സൂചിപ്പിച്ചു, മലപ്പുറത്തെയും വയനാട്ടിലെയും ഒരു വ്യത്യാസം സൂചിപ്പിച്ചു. അപ്പോൾ ഞങ്ങളിവിടെ ആവശ്യപ്പെടുന്നത് ഈ കാര്യങ്ങൾ ഗവൺമെൻറ് നടത്തിക്കോട്ടെ, ഞങ്ങളതിനെതിരല്ല. ഇത് 140 നിയോജക മണ്ഡലത്തിലും ഇത് വിഭജിച്ച് കൊടുക്കുക. അതായത് ഓർഡിനറി സർവീസുകളെ വിഭജിച്ച് കൊടുത്താൽ ഒരു നിയോജക മണ്ഡലത്തിൽ ഏകദേശം 22 ഓർഡിനറി സർവീസുകളെ വരുള്ളൂ. വയനാട്ടിൽ 3 മേഖലയുണ്ട്. ഇവിടെ 3 മേഖലകൾ കൂടി 60-something ബസ്സുകളെ 70 താഴെ വരുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ പറ്റും. ഈ ചെറിയൊരു ജില്ലയായ വയനാട് ജില്ലയിൽ 200-നടുത്ത് ഓർഡിനറി ബസ് എന്നുള്ളത് പ്രാവർത്തികമല്ല. ഏത് രീതിയിലാണ് തൊഴിലാളികളെ ബാധിച്ചിട്ടുള്ളത്? തൊഴിലാളികളെല്ലാം തന്നെ വയനാട് ജില്ലയിൽ നിന്ന് സംയുക്തമായിട്ട് തന്നെ ഈ പ്രതിഷേധ ധർണയിലും മാർച്ചിലും പങ്കെടുത്തു. എല്ലാവരുടെയും ഒരു ജീവൻ മരണ പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ദേശസാൽകൃത റൂട്ടുകളും മറ്റുമുള്ളത് കാരണം വയനാട് ജില്ല മറ്റ് കേരളത്തിലെ മറ്റ് ജില്ലകളിൽ നിന്നും വിഭിന്നമായി തന്നെ പൂർണ്ണമായും വളരെയധികം പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതൊന്നാമത് എന്താ വെച്ചാൽ തൊഴിലാളിനെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക്
1200 റുപ്യൊക്കെ കൂലി കിട്ടുന്നിടത്ത് നമുക്ക് 500 റുപ്യ കൂലി കിട്ടുന്നു. പക്ഷേ സ്ത്രീകൾ യാത്ര ചെയ്യുന്നതിൽ നമുക്ക് ഫ്രീ കൊടുത്താൽ നമുക്ക് പരാതിയില്ല. പക്ഷെ അതിനൊരു മാനദണ്ഡം വേണമായിരുന്നു. ഈ 1.5 ലക്ഷം 1 ലക്ഷം രൂപയിൽ പിന്നെ കൂലി വാങ്ങുന്ന ആൾക്കാരൊക്കെ ഒന്ന് ടിക്കറ്റ് എടുത്ത് പോവുക, അതൊക്കെ നമുക്ക് ഗുണകരമായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ പാരൽ സർവീസ് ഒരുപാടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ഓട്ടോറിക്ഷ അവരിവരൊക്കെ ആളെ കയറ്റി പോകുന്നുണ്ട്. ഞാൻ തൊഴിലാളിയാണ്, ബസ് ഡ്രൈവറാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വായിച്ച് എൻ്റെ കുടുംബമൊക്കെ ഈ ബസ് പോയിട്ടാണ് ഈ കുടുംബം നടക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ 500 രൂപ 600 രൂപ വെച്ച ഡെയിലി കുറവാണ്. അതേപോലെ എല്ലാ തൊഴിലാളികളുടെയും സ്ഥിതി അതാണ്. അപ്പോൾ ഇത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരണം. അതാണ് അക്ഷയ പറയുന്നത്. ഇതിനെതിരല്ല, പക്ഷേ എന്തെങ്കിലും ഒരു ഇടപെടൽ വേണം. തൊഴിലാളികളുടെ കാര്യവും ബസ് ഉടമകളുടെ കാര്യവും ഒക്കെ വലിയ പ്രതിസന്ധിയിലാണ്. വയനാടിനെ സംബന്ധിച്ച് ഇതൊരു ദേശസാൽകൃത മേഖലയാണ്. KSRTCയും സ്വകാര്യ ബസ്സുകളും ഒരുമിച്ച് സർവീസ് നടത്തുന്ന ഒരുപാട് പ്രധാന റൂട്ടുകളുണ്ട്. അവിടെയൊക്കെ വലിയ രീതിയിൽ സ്വകാര്യ ബസ്സുകളെ ഇത് ബാധിച്ചു എന്നാണ് ഇവരൊക്കെ പറയുന്നത്. പരിഹാരം വേണം എന്നുള്ളതാണ് അവർ പറയുന്നത്. അതായത് പ്രിയദർശിനി പദ്ധതിക്ക് ഏതെങ്കിലും തരത്തിൽ എതിരെന്നുള്ളതല്ല, പക്ഷേ ഞങ്ങൾക്കും മുന്നോട്ട് ജീവിക്കണം, കുടുംബം മുന്നോട്ട് പോകുന്നത് ഈ ഒറ്റ ജോലി കൊണ്ടാണ് എന്നുൾപ്പെടെ തൊഴിലാളികൾ അടക്കമുള്ള ആളുകളുടെ പ്രതികരണം നമ്മൾ വയനാട്ടിൽ നിന്ന് കേൾക്കുന്നു. അവിടെയാണ് ഇന്ന് സമരം നടക്കുന്നത്. നമുക്ക് നേരെ കോഴിക്കോടേക്ക് പോകാം. കോഴിക്കോടും ഈ KSRTC ബസ്സുകളുടെ എണ്ണത്തിൽ കുറവുള്ള ജില്ലകളിൽ ഒന്നാണ് കോഴിക്കോട്. ഒപ്പം തന്നെ സ്വകാര്യ ബസ്സുകൾ അത്രമേൽ ജനങ്ങൾ ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു ജില്ലയാണ്. രാഹുൽ, കോഴിക്കോട് നിലവിൽ ഇപ്പോൾ എങ്ങനെയാണ്? പല ഇടങ്ങളിൽ നമ്മൾ നേരത്തെ കണ്ട റീലുകളിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് സ്വകാര്യ ബസ്സുകൾ കയറാനിപ്പോൾ ആളുകളില്ല എന്നുള്ളതാണ്. പക്ഷേ പല മേഖലകളിലും KSRTC ഇല്ലാത്ത ജില്ല എന്നുള്ള രീതിയിൽ തന്നെ കോഴിക്കോട് പക്ഷേ ആളുകൾ ഉണ്ടാകും. എങ്ങനെയാണ് അവിടെ നിന്ന് കാണാനാവുന്ന കാഴ്ചകൾ, അവിടുത്തെ സ്വകാര്യ ബസ്സുകാർ നേരിടുന്ന പ്രശ്നങ്ങൾ? പക്ഷേ അത് കോഴിക്കോട് ജില്ലയിലും ബസ് വ്യവസായം വലിയ പ്രതിസന്ധി തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വയനാട് സമരം പ്രതിഷേധം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രതിഷേധത്തിൻ്റെ വക്കിലാണ് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ബസ് ജീവനക്കാരൊക്കെ തന്നെ എത്തിയിട്ടുള്ളത്. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള കാഴ്ചകളാണ്. നമുക്കറിയാമല്ലോ കോഴിക്കോട് ജില്ലയിൽ ഈ സമയമൊക്കെ എത്രയധികം യാത്രക്കാരെ പൊതുവെ കാണേണ്ടതാണ്. പ്രത്യേകിച്ച് സ്ത്രീകളാണ് ബസ്സിനെ കൂടുതലായി ആശ്രയിക്കുന്നത്. കണക്കുകൾ അങ്ങനെയാണ്. പക്ഷേ ഈ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ അതിൽ വലിയൊരു കുറവ് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ഈ ബസ് ഓപ്പറേറ്റേഴ്സോടൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒരു ബസ്സിൽ ശരാശരി 3000 മുതൽ 4000 രൂപ വരെ കുറവാണ് പ്രതിദിനം വന്നിട്ടുള്ളത്. പക്ഷേ ചിലവിൽ യാതൊരു കുറവുമില്ല. ഇന്ധനവില, ഡീസൽ വില അങ്ങനെ ഉയർന്നു നിൽക്കുന്നൊരു അവസ്ഥ കൂടിയാണ്. അങ്ങനെ വലിയ പ്രതിഷേധം, വലിയ പ്രതിസന്ധിയാണ്. സമരത്തിലേക്ക് പോകുന്നതിൻ്റെ വക്കിലാണ് എന്ന് നമ്മളോട് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആളുകൾ പറയുന്നുണ്ട്. ജില്ലാ പ്രസിഡന്റും മറ്റ് ഭാരവാഹികളൊക്കെ നമ്മോടൊപ്പം ചേരുകയും ചെയ്യും. അപ്പോൾ എത്രത്തോളം പ്രയാസത്തിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക്? ഇപ്പോൾ പ്രിയദർശിനി ഈ കഴിഞ്ഞ മാസം 15-ാം തീയതിയാണ് സ്ത്രീകൾക്കുള്ള ഫ്രീ യാത്ര കൊടുക്കുന്നത്. അതുമൂലം ബസ്സുകാർക്ക് ഒരു ദിവസം കളക്ഷൻ്റെ അകത്ത് 3000 രൂപ 4000 രൂപയാണ് കുറവുണ്ടാകുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഡീസൽ അടിച്ചിട്ട് ബാക്കി ഉണ്ടാകുന്നത് ഏകദേശം 500 രൂപ 300 രൂപ 200 രൂപയാണ്. ഇത് ബസ് നിർത്താതെ തന്നെ ഓട്ടോമാറ്റിക്കായി നിന്നുപോകും. ഗവൺമെൻറ്റായിട്ട് യാതൊരു ഏറ്റുമുട്ടലിനോ കാര്യത്തിനോ ഞങ്ങളില്ല. സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു പരാതികളുമില്ല. പക്ഷേ ലക്ഷക്കണക്കിന് രൂപ ടാക്സ് കൊടുക്കുന്നൊരു വിഭാഗമാണിത്. 30,000 തൊഴിലാളികളും ആ തൊഴിലാളിയുടെ അനുബന്ധിച്ച കുടുംബങ്ങളും ബസ് നടത്തുന്ന ആളുകളും ബസ് നടത്തുന്ന കുടുംബങ്ങളും 1 ലക്ഷത്തിൽ താഴെ ആളുകൾ മുഴുവൻ പട്ടിണിയിലേക്ക് പോവാണ്. കർണാടകയിൽ ഇതിന് മുമ്പേ സ്ത്രീ സൗജന്യം കൊടുത്തിട്ട് മഹേഷ് എന്ന് പറഞ്ഞുള്ള 33 ബസ്സുള്ള ആൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വയനാട്ടിൽ ബസ് ഓപ്പറേറ്റേഴ്സ് സൂചനാ പണിമുടക്കാണ്. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ഞങ്ങളിതാ ഈ വരുന്ന 2-ാം തീയതി കളക്ടർ ഓഫീസിൽ വെച്ചിട്ട് കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ ആളുകളും ബസ് ഉടമസ്ഥന്മാരും നിരാഹാര സമരം കിടക്കാം. രാവിലെ 10:30 മണി 11 മണിക്ക് ശേഷം കളക്ടറേറ്റ് പഠിക്കൽ ഗവൺമെന്റിനെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയിട്ട്. സർക്കാർ നിങ്ങളുടെ കാര്യം പരിഗണിക്കുന്നില്ല എന്നാണോ? സർക്കാർ പറയുന്നത് വെച്ചാൽ പരിഗണിക്കാന്ന് പറയാമെന്നല്ലാതെ യാതൊരുവിധ നടപടിക്രമം ഇതിന് മുന്നുണ്ടായില്ല. സർക്കാർക്ക് ഞങ്ങൾക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് 50% ടാക്സിലുള്ള ഇളവ്. അത് നല്ല സാവധാർഹമാണ്. പക്ഷേ ഈ ടാക്സ് കൊണ്ടുണ്ടാകുന്ന ഗുണം 24 സീറ്റ് 36 സീറ്റ് 48 സീറ്റ് എന്ന് പറയുമ്പോൾ ഒരു ദിവസം കിട്ടുന്ന അതിനുള്ള ആദായം 135, 140, 150 റുപ്യാണ്. ഈ അടുത്തിടെയായിട്ട് ഡീസലിന് 8 റുപ്യോളം ലിറ്ററിന് വലിക്കുമ്പോൾ 100 ലിറ്റർ ഡീസൽ അടിക്കുമ്പോൾ 800 റുപ്യ മാറ്റത്തിലേക്ക് വരുന്നത് 135 റുപ്യ കൊണ്ട് ആ നഷ്ടം നികത്താൻ കഴിയുമോ? അതിനിടയിൽ
2012 വിദ്യാർത്ഥികളെ ചാർജ് വർദ്ധിപ്പിച്ച് ഇടപെടുകയാണ്. എന്തായാലും അതിനുശേഷം ഓരോ പ്രശ്നങ്ങളായി പറയുകയാണ്. ഈ ബസ് മേഖലയിലുള്ള ജോലി ചെയ്യുന്ന ആളുകളുടെ പ്രതികരണങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. നമുക്ക് അതിഥികളിലേക്ക് കൂടി പോകാം. കോൺഗ്രസ് നേതാവ് നിജേഷ് അരവിന്ദ്, ഒപ്പം തന്നെ ടി ഗോപിനാഥ്, ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. നമുക്ക് ആദ്യം ശ്രീ നിജേഷ് അരവിന്ദിലേക്കാണ്. കാരണം നമ്മൾ ഇത്രയും നേരം കേട്ടതൊക്കെയും ഈ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന, സ്വകാര്യ മേഖലയെ ആശ്രയിക്കുന്ന ഉടമകളായിട്ടുള്ള, തൊഴിലാളികളായിട്ടുള്ള ആളുകളുടെ പ്രതികരണങ്ങളാണ്. ശ്രീ നിജേഷ് അരവിന്ദ്, അതായത് നിലവിലിപ്പോൾ സ്വാഭാവികമായിട്ടും പ്രിയദർശിനി പദ്ധതിയെ നമ്മളും ഈ പറയുന്ന ആളുകൾ, പ്രശ്നങ്ങളുള്ള ആളുകളും ഒക്കെ ഒരുപോലെ സ്വാഗതം ചെയ്യുന്നു, അതിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്നു. പക്ഷേ ഈ ഒരു മേഖലയെ, ഈ സ്വകാര്യ ബസ് മേഖല കൂടി ചേരുന്നതാണ് നമ്മുടെ പൊതുഗതാഗത സംവിധാനം എന്ന് പറയുന്നത്. നമുക്ക് അത്രമാത്രം എല്ലായിടത്തും KSRTC ഒന്നുമില്ല. അവരെ മാറ്റി നിർത്തി മുന്നോട്ട് പോവുകയും സാധ്യമായിട്ടുള്ളൊരു കാര്യവുമല്ല. പക്ഷേ ഇപ്പോൾ നേരിടുന്ന വല്ലാത്ത ബുദ്ധിമുട്ടുകളാണ്. നേരത്തെ അദ്ദേഹം ഇനി നിരാഹാര സമരത്തിലേക്ക് കോഴിക്കോടുള്ള ആളുകൾ, അങ്ങ് കോഴിക്കോടുള്ള ആളുകൾ കടക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ നിന്നുള്ള പ്രതികരണം നമ്മൾ കേൾക്കുന്നത്. അങ്ങനെ കൂടുതൽ സമരങ്ങൾ ഇങ്ങനെ ഒരു ആഹ്വാനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എങ്ങനെ സർക്കാർ ചേർത്ത് പിടിക്കുവരെ? അല്ല, തീർച്ചയായിട്ടും ഒരു പുതിയ മേഖലയിലേക്ക് സർക്കാർ കാലെടുത്ത് വെക്കുമ്പോൾ അതിന് മറ്റ് സൈഡ് എഫക്ട്സ് ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ വിഷയമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. നമ്മൾക്കറിയാം, പൊതുഗതാഗത രംഗത്ത് KSRTCയെ പോലെ തന്നെ വിലപ്പെട്ടതാണ് സ്വകാര്യ ബസ്സും. സ്വകാര്യ ബസ്സിൻ്റെ വരുമാനം കുറയുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു രീതിയിൽ ഇപ്പോൾ സർക്കാർ കേരളത്തിലെ എല്ലാ വനിതകൾക്കും യാത്രാ സൗകര്യമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ നമ്മൾക്കറിയാവുന്നതുപോലെ ഇതിൻ്റെ ഒരു ജില്ലാ അടിസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ ജിയോഗ്രഫിക്കലായിട്ടുള്ള ഒരു അസന്തുലിതാവസ്ഥ KSRTCയുടെ സർവീസുകളിലുണ്ട്. അപ്പോൾ അതും ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ മലബാറിലെ പ്രത്യേകിച്ച് കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊന്നും ആവശ്യാനുസരണം KSRTC ഇല്ല. അപ്പോൾ അത് സർവീസ് കിട്ടേണ്ട സ്ത്രീകൾക്ക് അത് കിട്ടാതിരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു പുതിയ വിഷയമായിട്ടത് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ആ വിഷയം സർക്കാർ പഠിക്കണം. സർക്കാർ പഠിച്ചുകൊണ്ട് രണ്ട് തലത്തിൽ, ഒന്ന് സ്വകാര്യ ബസ് ഉടമകളെ എങ്ങനെ നമ്മൾക്ക് സംരക്ഷിക്കാൻ പറ്റും എന്നുള്ളതും, അതോടൊപ്പം തന്നെ മറ്റു സ്ത്രീകൾക്ക് കൂടി എങ്ങനെ യാത്രാ സൗകര്യം എത്തിച്ചു കൊടുക്കാൻ കഴിയും എന്ന കാര്യം കൂടി സർക്കാർ പഠിക്കണം. സർക്കാർ അതിന് പരിഹാരം കാണും. നമ്മൾക്കൊക്കെ അറിയാമല്ലോ, ഇപ്പോൾ KSRTCയുടെ സൗജന്യ യാത്രയല്ല, സർക്കാരാണ് അതിൻ്റെ പണം കൊടുക്കുന്നത്. ഓരോ ടിക്കറ്റിൻ്റെയും പണം സർക്കാർ കൊടുക്കും എന്ന ഒരു സിസ്റ്റമാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം, പ്രൈവറ്റ് ബസ്സിൽ തിരഞ്ഞെടുത്ത പ്രൈവറ്റ് ബസ്സിനെ ഒരുപക്ഷെ പ്രിയദർശിനി ബസ്സാക്കി മാറ്റി ആ സ്വകാര്യ ബസ്സിന് സർക്കാർ പണം കൊടുക്കുന്ന തലത്തിലേക്ക് നമുക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മറ്റ് സർവീസുകളെ അത് ബാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവും. അല്ലെങ്കിൽ എങ്ങനെ ഇത് പഠിക്കാൻ പറ്റും എന്നുള്ളത് ഒരുമിച്ച് ചേർന്നുകൊണ്ട് സ്വകാര്യ ബസ് ഉടമകളും സർക്കാരും എങ്ങനെ പഠിക്കാൻ പറ്റും? ഇപ്പൊ സ്വാഭാവികമായിട്ടും ഈ സ്വകാര്യ മേഖലയിൽ നിന്ന് ഉയരുന്ന, ബസ് മേഖലയിൽ നിന്ന് അവരിൽ നിന്ന് ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും പഠിച്ചിട്ടല്ലേ സർക്കാർ ഇത് നടപ്പിലാക്കിയത് എന്നുള്ളതാണ്. ഇതൊരു ചരിത്ര പദ്ധതിയാണ് എന്നതിലൊരു തർക്കവുമില്ല. അങ്ങനെ കേരളത്തിൽ അത്രമാത്രം സ്ത്രീകൾ ഇതിനെ ആശ്രയിക്കുകയും ചെയ്തു. ഇപ്പോൾ കോഴിക്കോട് ബസ്സുകളുടെ എണ്ണം 156 KSRTC ബസ്സുകളാണുള്ളത്. ബദലായുള്ളതൊക്കെയും പ്രൈവറ്റ് ബസ്സുകളാണ്. കോഴിക്കോട് മാത്രമല്ല, മലപ്പുറത്ത് അത് 98 ബസ്സുകളാണ്. ഇതൊക്കെ വലിയ ജില്ലകളുടെ കാര്യമാണ്. മറ്റ് ജില്ലകൾ നമ്മൾ നോക്കുന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് ഇങ്ങോട്ടേക്ക് തെക്കോൺ ജില്ലകളിലേക്ക് വരുമ്പോൾ അവിടെ ബസ്സുകളുടെ എണ്ണത്തിൽ കൂടുതലുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം നടപ്പിലാക്കുമ്പോൾ, നമ്മൾ അത്രമാത്രം സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇങ്ങനൊരു പദ്ധതി നടപ്പാക്കുമ്പോൾ ആ തരത്തിലുള്ള വലിയ ദീർഘവീക്ഷണമൊന്നും വേണ്ട കാര്യമല്ലല്ലോ. സ്വകാര്യ ബസ്സുകൾ ഇവിടെ ഉള്ളതാണല്ലോ. നമുക്ക് അത്രയും മുന്നോട്ട് പോയി ചിന്തിക്കേണ്ടതില്ല. അങ്ങനെ ഒരു പഠനം നടന്നില്ലേ എന്നുള്ളതാണ്. അല്ല, അത് നമ്മൾ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി ഒരു കാര്യം മുന്നോട്ട് വെച്ചു, ഒരു സർവീസ്. അതൊരു സേവന മേഖലയിൽ ഒരു വെൽഫെയർ സ്കീം മുന്നോട്ട് വെച്ചു. നമ്മളത് സമയബന്ധിതമായി നടപ്പിലാക്കുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് പ്രയോറിറ്റി. അത് നടപ്പിലാക്കിയ സമയത്ത് മറ്റു ചില പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നു. ആ പ്രശ്നത്തിനെയും പരിഹരിക്കണം എന്നുള്ളതാണ് സർക്കാരിൻ്റെ നയം. അല്ലാതെ എല്ലാ തിരയും അടങ്ങിയതിന് ശേഷം തോണി ഇറക്കുക എന്നത് പ്രായോഗികമല്ല എന്ന് നമ്മൾക്കൊക്കെ അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പ്രശ്നം പരിഹരിക്കുന്നത് നമുക്കറിയാം. ഇപ്പോൾ വയനാട് ജില്ലയിൽ നേരത്തെ പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യമാണ്. കാരണം കൽപ്പറ്റയിൽ നിന്നും മാനന്തവാടിക്കും ബത്തേരിക്കുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട റൂട്ട്. ആ റൂട്ടിലേക്ക് കേരളത്തിൻ്റെ മിക്ക ജില്ലകളിൽ നിന്നും സർവീസ് വരുന്നത് ആ മേഖലകളിലേക്കാണ്. അപ്പോൾ ആ ബസ് അവിടെ നിറഞ്ഞു നിൽക്കുമ്പോൾ അവിടെ ഓടുന്ന സ്വകാര്യ ബസ്സുകൾക്ക് അത് വലിയ നഷ്ടമുണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ വയനാടിൻ്റേത് പ്രത്യേകമായി പഠിക്കണം. എന്നാൽ കോഴിക്കോട്ടേക്ക് വരുമ്പോൾ കോഴിക്കോട് അതിൽ വ്യത്യസ്തമാണ്. കോഴിക്കോട്ട് ഇത് ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് കോഴിക്കോട് അടിവാരം റൂട്ടിനെയാണ്. ഏറ്റവും കൂടുതൽ KSRTC ബസ്സുകൾ, കാരണം വയനാട്ടിലേക്ക് പോകുന്ന ബസ്സുകളൊക്കെ ഉണ്ട്, അടിവാരത്തേക്ക് പോകുന്ന ബസ്സുകളുണ്ട്. പിന്നെ അപൂർവമായി കോഴിക്കോട്ട് മാനന്തവാടി, കുറ്റ്യാടി മാനന്തവാടി റൂട്ട്, ഈ രണ്ട് റൂട്ടുകളാണ് ഏറ്റവും കൂടുതൽ KSRTC ബസ്, സാധാരണ ബസ് ഓടുന്ന പ്രദേശങ്ങൾ. മറ്റു ബസ്സുകളൊക്കെ അത്ര പ്രധാനമായി പ്രൈവറ്റ് ബസ്സുകൾ ബാധിക്കുന്നില്ല. അപ്പോൾ കോഴിക്കോട് ജില്ലയ്ക്ക് ആവശ്യമായ സ്ട്രാറ്റജി ഉണ്ടാക്കണം. അത് മലപ്പുറത്തേക്ക് എത്തുമ്പോൾ മലപ്പുറത്തേക്ക്
നമുക്കറിയാം മലപ്പുറം ജില്ലയുടെ ഭാഗങ്ങളിൽ KSRTC ഏറ്റവും കുറഞ്ഞ സർവീസ് നടത്തുന്ന മേഖലയാണ്. അപ്പോൾ മലപ്പുറത്ത് അങ്ങനെയുണ്ടെങ്കിൽ അത് നമുക്ക് പഠിക്കാൻ സാധിക്കണം. അങ്ങനെ ഓരോ ജില്ലയ്ക്കനുസരിച്ച് പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞതുപോലെ KSRTC എത്താത്ത ഇടങ്ങളിൽ സർവീസ് നൽകും. നമ്മളിതിനെ ഈ വാക്കിന്റെ വില തന്നെ നമ്മൾ നോക്കണം. ഇതൊരു സേവനമാണ്, സർവീസ് മേഖലയാണ്. ആ സർവീസ് മേഖല എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് സേവനം കൊടുക്കേണ്ട മേഖലയാണ്. അത് കൊടുത്തേ മതിയാവും. അതേസമയം എന്താണ് ഇപ്പുറത്ത് ഒരു വലിയ എംപവർമെന്റ് സ്കീമാണ്, സ്ത്രീകളുടെ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട ഒരുപക്ഷെ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഐതിഹാസികമായ ശാക്തീകരണം നടക്കുന്നു. അതേ സമയത്ത് തന്നെ ഒരു മേഖല ദുർബലമായി പോകുന്നുവോ അവരുടെ മുന്നോട്ടുള്ള ജീവിതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ടി ഗോപിനാഥ് നമുക്കൊപ്പമുണ്ട്. ശ്രീ ഗോപിനാഥ്, സ്വാഭാവികമായിട്ടും നിലവിൽ ഇപ്പോൾ പലയിടങ്ങളിലായി പല സമരങ്ങൾ നടക്കുന്നു. നേരത്തെ തന്നെ ഈ പദ്ധതി ആവിഷ്കരിക്കുന്നതിന് മുൻപേ, നടപ്പിലാക്കി തുടങ്ങുന്നതിന് മുൻപേ നിങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ പറയുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി നിങ്ങളുടെ കിലോമീറ്റർ 55 രൂപ എന്നുള്ള കാര്യത്തിലൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള സമീപനം ഉണ്ടാകും, ഇപ്പോൾ അദ്ദേഹം പറയുമ്പോൾ ഉണ്ടാകുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇനി എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട്? അല്ല, ഈ പ്രിയദർശിനി സർവീസ് ആരംഭിച്ചിട്ട് ഇന്ന് 15ാമത്തെ ദിവസമാണ്. കഴിഞ്ഞ 14 ദിവസത്തെ നമ്മുടെ ഒരു ഏകദേശ കണക്കുകൾ പരിശോധിച്ചാൽ 30 കോടി രൂപയാണ് സംസ്ഥാനത്തെ മൊത്തം സ്വകാര്യ ബസ്സുകളുടെ കളക്ഷനിൽ ഉണ്ടായിട്ടുള്ള കുറവ്. ഞങ്ങളുടെ ഏകദേശ കണക്കാണ്. അത് കൂടുള്ളൂ, കുറയില്ല, ഒരിക്കലും കുറയില്ല. ഞങ്ങൾ എത്ര കാലം ഇത് ബെയർ ചെയ്ത് ഞങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുള്ള കാര്യമാണ് സർക്കാർ ആദ്യം പരിശോധിക്കേണ്ടത്. ഇത് നേരത്തെ ചർച്ചയിൽ സൂചിപ്പിച്ച ഇതിന്റെ പഠനമൊക്കെ നടത്തി വരുമ്പോഴേക്കും ഈ ബസ്സുകളൊന്നും ഇല്ലാതാവുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. ഒരു സർക്കാർ, ഒരു പുതിയ രാഷ്ട്രീയ ഒരു പുതിയ ഗവൺമെന്റ് അധികാരം ഏറ്റെടുക്കുമ്പോൾ നാട്ടിലെ ജനങ്ങൾക്ക് ക്ഷേമകാര്യ പ്രവർത്തനങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനെതിരെന്നുള്ള ആളുകളല്ല. പക്ഷെ ഇവര് പ്രഖ്യാപിച്ച ഈ ക്ഷേമകാര്യ പ്രവർത്തനങ്ങൾ വരുമ്പോൾ നേരത്തെ സർവീസിനെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ. ഞങ്ങൾ ഈ നാട്ടിലെ വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ ഞങ്ങൾ സർക്കാരിന് അപേക്ഷ കൊടുത്ത് ഞങ്ങൾ പണം ഇൻവെസ്റ്റ് ചെയ്ത് ഈ മേഖലയിൽ ഇറങ്ങി വന്നവരാ. 5500 കോടി രൂപ മുതലിറക്കിയവരാണ് ഞങ്ങൾ ഈ സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ. ഇതൊന്നും ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത് ഇറക്കിയതല്ല. വലിയ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ഞങ്ങൾ വീടടക്കം പണയം വെച്ച് ഞങ്ങൾ ലോൺ എടുത്ത് ഞങ്ങൾ വാങ്ങിയിട്ടുള്ള ബസ്സുകളാണ്. ഞങ്ങള് ഇത് ഈ 11,000 ബസ്സുകള് 50 ലക്ഷം വിലയുള്ള 11,000 ബസ്സുകൾ 5,500 കോടി രൂപ ഈ സംസ്ഥാനത്ത് മുതലെടുത്തിട്ടുള്ള സംരംഭകരാണ്. അപ്പൊ സർക്കാർ ഒരു ക്ഷേമ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് വരുമ്പോ വലിയൊരു വ്യവസായത്തെ തകർക്കുകയാണ്. ഈ വ്യവസായം തകർന്നു പോകും. സർക്കാരിന്റെ നടപടിയിൽ ഞങ്ങൾ അതിനെ കുറ്റമൊന്നും പറയുന്നില്ല. പക്ഷെ അത് പറയുമ്പോൾ ഇപ്പുറത്തുണ്ടാവാൻ പോകുന്ന ഇതിന്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കണം. ഇത് അന്യ സംസ്ഥാനങ്ങളിലൊക്കെ നടപ്പിലാക്കിയെന്ന് പറയുമ്പോൾ ഇവിടെ നേരത്തെ KSRTC സ്വകാര്യ ബസ്സുകളുടെ മാതിരി തന്നെ പൊതുമേഖലയിലുള്ളതാണെന്ന് പറയുമ്പോൾ ഇവിടുത്തെ KSRTCയുടെ പങ്കാളിത്തം എത്രയാണെന്ന് കൂടി മനസ്സിലാക്കണം. കേവലം 3000 KSRTC ബസ്സാണ് ഓർഡിനറി ആയിട്ട് ഓടുന്നത്. ഞങ്ങളിവിടെ ഏതാണ്ട് 11,900 സ്വകാര്യ ബസ്സുകൾ ഇവിടെ ഓർഡിനറി സർവീസ് നടത്തുമ്പോൾ KSRTCയുടെ 3000 ബസ്സുകൾ ഇതിന്റെ ഇടയിലൂടെ ഓടി. ശരി, അങ്ങയിലേക്ക് എത്താം. ശബ്ദത്തിൽ ചില പ്രശ്നമുണ്ട്. അങ്ങയിലേക്ക് മടങ്ങി എത്താം. പ്രേക്ഷകർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. കർണാടകയിൽ നിന്ന് സമീർ, ഒപ്പം തന്നെ കണ്ണൂരിൽ നിന്ന് കുഞ്ഞിരാമൻ. ആദ്യം സമീറിലേക്ക് പോകാം. കർണാടകയിൽ നിന്നാണ് അദ്ദേഹം ചേരുന്നത്. അവിടെ ആദ്യം, അതായത് ഈ വർഷങ്ങളായിട്ട് സൗജന്യ ബസ് KSRTC, അവിടുത്തെ KSRTC നടപ്പിലാക്കി കൊടുക്കുകയാണ്. അവിടെ സ്ത്രീകളുടെ യാത്ര അങ്ങനെയാണ്. ഇപ്പോൾ അത് ആൺകുട്ടികൾക്കും എന്നുള്ള രീതിയിലേക്കൊക്കെ പദ്ധതി വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ സമീർ, പറയൂ. കർണാടകത്തിൽ നിന്നാണ്. ഇപ്പോ നമ്മുടെ കർണാടക മോഡൽ അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കേരള സർക്കാർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇപ്പം തന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കർണാടക സർക്കാർ ഇപ്പൊ തീരുമാനിക്കുന്നത് പ്രായമുള്ളവർക്ക് മാത്രം കൊടുക്കാന്നുള്ള ചിന്ത വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മൊത്തത്തിൽ ഇവിടെ നഷ്ടത്തിലാണ്. അപ്പൊ അതിന് പുറമെ ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ മറ്റേ പ്രൈവറ്റ് ബസ് ഓണേഴ്സും അതേപോലെ തന്നെ അവരുടെ പിന്നെ ജീവനക്കാരൊക്കെ പറയുന്നത് കേട്ടു. കാരണം വയനാട് ജില്ലയിലൊക്കെ ഏറ്റവും കൂടുതൽ KSRTC അതിന്റെ ആനുകൂല്യങ്ങൾ പറ്റാത്തവർ ഒരുപാട് നമ്മുടെ നാട്ടിൽ. ഞാൻ ഇപ്പൊ തലശ്ശേരിക്കാരനാണ്. ഈ തലശ്ശേരി ചൊക്രിക്കടുത്തുള്ള പ്രദേശത്ത് ഒറ്റ ബസ്സാണ് ഓടുന്നത്, ഒരേ ഒരു ബസ്. അതിന് ഏത് സമയത്താണ് ബസ് ഓടുന്നത് പോലും നമുക്ക് ആർക്കും അറിയില്ല. ഈ ടൈമിംഗ് പോലും അറിയാത്ത ആൾക്കാരാണ്. ഇതിന്റെ ആനുകൂല്യങ്ങൾ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പൊ വയനാട്ടിൽ നിന്നുള്ള ആ ബസ്സിലെ അവർ പറഞ്ഞതുപോലെ മറ്റുള്ള എല്ലാ ജില്ലകളിലേക്കും അഥവാ ഈ ആനുകൂല്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തേക്കും ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി വരെ മറ്റുള്ള ഈ സ്വകാര്യ ബസ് ഉടമകൾക്കും അതുപോലത്തെ ജീവനക്കാർക്കും പിടിച്ചെടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ
ഈ എന്താ പറയാ ഈ കർണാടക സ്റ്റേറ്റിലൊക്കെ ഇപ്പോ സർക്കാർ രണ്ടാമത് പുനർചിന്തന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഇത് വേണോ വേണ്ടെന്നുള്ളതാണ്. ഇപ്പൊ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും, ഈ പ്രായമുണ്ട് 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് മാത്രം ഈ സൗജന്യമാക്കാമെന്നുള്ള ഒരു ചിന്തയിലേക്ക് നഷ്ടത്തെ പറ്റി അത് ഇവിടെ നടപ്പിലാക്കാൻ പോകുമ്പോൾ തന്നെ കർണാടകയിൽ സർക്കാർ നേരിടുന്ന നഷ്ടത്തെ പറ്റി ഒക്കെയുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇപ്പോൾ കണ്ണൂരിൽ ഇത് കുഞ്ഞിരാമനുണ്ട്. ശ്രീ കുഞ്ഞിരാമൻ പറഞ്ഞോളൂ. അതെ, എനിക്ക് ആദ്യം മാതൃഭൂമി ന്യൂസിന് നന്ദി. ഹലോ, ഇത് പറയാനുള്ളത് പറഞ്ഞാൽ അവർ നമ്മൾ പ്രൈവറ്റ് ബസ്സുകാരെയും ഒന്ന് ശ്രദ്ധിക്കണം. കാരണം എന്താ പറഞ്ഞാൽ അവര് എത്രയോ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുണ്ട്. അപ്പോൾ അവരുടെ കുടുംബവും അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരും ഇതുകൊണ്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ അവര് ഒന്ന് പിന്നെ KSRTCക്ക് പിന്നെ നമ്മൾ ഈ സൗജന്യ യാത്ര ഓക്കെ നല്ല കാര്യം, പക്ഷെ അതിലൊന്ന് സംഭവിക്കുന്ന പറഞ്ഞാല് പാവങ്ങൾക്ക് കൊടുക്കണം. അതിലെന്ന് പറഞ്ഞാൽ 50ഉം 60ഉം 1 ലക്ഷം വരെ ശമ്പളം പറയുന്ന ആൾക്കാർ നമ്മളെ ഈ നാട്ടിൽ ഞാൻ കാണുന്നുണ്ട്. നമ്മളെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഇപ്പൊ സംഭവിക്കുന്നുണ്ട്. കാരണം ബസ്സിലും ആ പ്രൈവറ്റ് ബസ്സിൽ ആരും കയറുന്നില്ല, പെണ്ണുങ്ങൾ കയറുന്നില്ല, മറ്റേ ബസ്സിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇതിൽ ആളില്ല. ഞാൻ ഇപ്പം സ്ഥിരം ബസ്സിൽ പോകുന്ന ആളാണ്. അപ്പൊ അത് ഒന്ന് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ നിങ്ങളും പെടുത്തണം. ഇത്രേ പറയാനുള്ളൂ. ശരി ശരി, തീർച്ചയായിട്ടും സ്ത്രീകളാണ് കൂടുതലായി ഈ സ്വകാര്യ പൊതുഗതാഗതത്തെ ആശ്രയിക്കുന്നവർ. അവർ സ്വാഭാവികമായിട്ടും സൗജന്യം ലഭിക്കുമ്പോൾ മറ്റ് മാനദണ്ഡങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് സൗജന്യം എല്ലാ സ്ത്രീകൾക്കും എന്നുള്ളതാണ് സർക്കാർ നടപ്പിലാക്കുന്നത്. അപ്പോൾ അവർ KSRTC ആശ്രയിക്കുന്നതാണ്. ആലപ്പുഴയിൽ നിന്നും ജോസൂട്ടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോസൂട്ടി, അങ്ങ് സ്വകാര്യ ബസ്സിനെ ആശ്രയിക്കുന്ന ആളാണോ അതോ KSRTC ആണോ? എന്താണ് പറയാനുള്ളത്? അല്ല, ഞാൻ സ്വകാര്യ ബസ്സിനെ ആശ്രയിക്കുന്ന ആളും ഞാനൊരു ഓട്ടോ തൊഴിലാളി കൂടെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പം ഈ മിനിമം ചാർജ് 30 രൂപ എന്നുള്ളത് ഞങ്ങൾക്കിപ്പം അതുപോലെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. കാരണം ഈ ബസ്സിൽ ഈ 30 രൂപ തരാനുള്ളവരാണെങ്കിലും ബസ് ഫ്രീ ആയിട്ടുള്ളതുകൊണ്ട് അവരൊന്ന് കയറിപ്പോകും. കാരണം ഞങ്ങൾക്ക് ഡീസലിന് വില കൂടി, മെയിൻ്റനൻസ് ചാർജ് കൂടി, സ്പെയർ പാർട്സിന് പൈസ കൂടി. ഇപ്പൊ ഇതൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് ഓട്ടോ ഇല്ല. ഞങ്ങൾക്ക് വണ്ടിക്ക് മുടക്കാനുള്ള പൈസ മാത്രമേ കിട്ടുന്നുള്ളൂ. ഞങ്ങൾക്ക് ഓട്ടോ ഇല്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. അതിന് പ്രൈവറ്റ് ബസ്സുകളിൽ ഇപ്പം അവർക്കും ഓട്ടോ ഇല്ല. കാരണം അവർക്കൊരു സ്റ്റാഫിന് 700 രൂപയൊക്കെ ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ എത്ര മണിക്കൂർ എത്ര സമയം ഓടിയല്ല പൈസ കിട്ടുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഇപ്പം നമുക്ക് സ്ത്രീകൾക്ക് കൊടുക്കാം, കുഴപ്പമില്ല. 60 വയസ്സിന് മേളിലുള്ളവർക്ക് ഫ്രീ സർവീസും BPL കുടുംബങ്ങൾക്ക് ഫ്രീ സർവീസും വെച്ചാൽ ഇപ്പം അത്ര ആൾക്കാർ അതിൻ്റെ അന്ന് കുറയും. ഇപ്പം എല്ലാവരും 18 വയസ്സ് മുതൽ മേളിലോട്ട് എല്ലാവരും 50 വയസ്സിന് താഴെയുള്ളവരും ഈ ബസ് കാത്താണ് നിൽക്കുന്നത്. KSRTC ഈ ബസ്സിനെ കാത്തൊന്നും 2 മണിക്കൂർ കാത്താലും ആ ബസ് വരാൻ പോകുന്നില്ല. അതാണ് സർക്കാർ മനസ്സിലാക്കേണ്ടത്. ശരി ശരി, അങ്ങയുടെ പ്രതികരണം മനസ്സിലാക്കുന്നു. ഞാൻ തിരികെ അതിഥികളിലേക്ക് കൂടി പോവുകയാണ്. ശ്രീ ഗോപിനാഥ്, അതായത് നിലവിൽ ഇപ്പോൾ ഇവർ എല്ലാവരും ഒരുപോലെ ഇത് ആരും മനസ്സിലാകാതെ ഇരിക്കുന്നുമില്ല. സ്വകാര്യ ബസ്സുകൾ അനുഭവിക്കുന്ന നിലവിലത്തെ പ്രതിസന്ധികൾ എന്ന് പറയുന്നത് പ്രതിദിനം നേരത്തെ പലരുടെയും പ്രതികരണം വന്നപ്പോൾ 3000 രൂപയുടെ 4000 രൂപയുടെ 5000 രൂപയുടെ ഒക്കെ നഷ്ടം പ്രതിദിനം ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ജൂൺ 15 ഈ പ്രിയദർശിനി നടപ്പിലാക്കി 29-ാം തീയതിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ എത്രമാത്രം നഷ്ടം, എത്ര രൂപയുടെ നഷ്ടം നിലവിൽ ഇപ്പോൾ നേരിടുന്നുണ്ട് സ്വകാര്യ മേഖല? അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞങ്ങളുടെ ഒരു കണക്ക് പ്രകാരം 500 രൂപ മുതൽ 6000 രൂപ ഒരു പ്രതിദിനം കളക്ഷൻ കുറവുള്ള ബസ്സുകളാണ് സംസ്ഥാനത്ത് ഇന്നിപ്പോ ഈ 15 ദിവസം വേണ്ടി നമ്മുടെ കണക്കുകളിൽ കാണുന്നത്. ഇതിലെ ഞങ്ങളുടെ ഒരു കണക്ക് പ്രകാരം ഏതാണ്ട് 30 കോടി രൂപ സംസ്ഥാനത്ത് ഒട്ടാകെ ഞങ്ങൾ സ്വകാര്യ ബസ് ഉടമകളുടെ വരുമാനത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അപ്പോ ഇത് ഇങ്ങനെ അനന്തമായി നീണ്ടുപോയാൽ ഇതിന്റെ കണക്കെടുപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ വന്ന് നീണ്ടുപോകുമ്പോഴേക്കും ഈ ബസ്സുകൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരും. ഇപ്പോ ഞങ്ങൾ ഇത് കേവലം 10,000-ഓളം ബസ് ഉടമകളിലും മാത്രം വിഷയമല്ല. ഈ ബസ്സുകളുമായിട്ട് ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്നതിലെ തൊഴിലാളികളുടെ 40,000-ലധികം തൊഴിലാളികൾ ഡയറക്റ്റായിട്ട് ജോലി ചെയ്യുന്ന ഒരു മേഖലയാണത്. അതിന്റെ ഇരട്ടി ആളുകള് പരോക്ഷമായിട്ട് ജോലി എടുക്കുന്ന ഒരു മേഖലയാണത്. അത് കൂടാതെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ബസ് സ്റ്റാൻഡുകളും മറ്റു മേഖലകളൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന ഒട്ടനവധി ആളുകളുടെ ജീവിത മാർഗം സ്വകാര്യ ബസ്സുകൾ ഓടിയില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ നിങ്ങൾ പരിശോധിക്കണം. ഇവിടെ 1 രൂപയ്ക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്നവരാ. ഞങ്ങൾ ഓടാത്ത ഒരു ദിവസം ഉണ്ടെങ്കിൽ ആ ദിവസം ഈ വിദ്യാർത്ഥികളൊക്കെ പരീക്ഷയ്ക്കോ സ്കൂളുകളിലേക്കോ പോകണമെങ്കിൽ 40-50 രൂപ കൊടുത്ത് ഓട്ടോറിക്ഷയ്ക്ക് പോകേണ്ട സ്ഥിതിയുണ്ട്. അപ്പൊ സ്വകാര്യ ബസ്സുകളെ സംരക്ഷിക്കാനുള്ള ഒരു സാഹചര്യം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായില്ലെങ്കിൽ, അത് ഉടനടി ഉണ്ടായില്ലെങ്കിൽ, ഇത് അനന്തമായി നീട്ടിക്കൊണ്ടുപോയാൽ ബസ്സുകൾക്ക് ഓടാൻ കഴിയില്ല. അനന്തമായി നീട്ടിക്കൊണ്ടുപോയാൽ ശ്രീ നിജേഷ് അരവിന്ദ്, അതായത് ഇത് നീണ്ടുപോകുന്നതിനെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ നേരത്തെ ഈ പ്രേക്ഷകർ തന്നെ പ്രതികരിക്കുമ്പോൾ ആനുകൂല്യങ്ങൾ പറ്റുന്ന ആളുകളെ പറ്റി പറയുന്നുണ്ടായിരുന്നു. ആനുകൂല്യങ്ങൾ കിട്ടാതെ പോകുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നീണ്ടുപോകാൻ പറ്റില്ല. കാരണം ഒരു മേഖല ഇങ്ങനെ തളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഇന്ധനവില കുറയുന്നില്ല, സ്പെയർ പാർട്സിൻ്റെ വില കുറയുന്നില്ല, ടാക്സ് അടയ്ക്കുന്നത് അതിൻ്റെ ചെറിയൊരു ഇളവ് വരുത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു കുറവ് അവർക്ക് ഉണ്ടാവുകയും ചെയ്യുന്നില്ല. അപ്പോൾ എങ്ങനെ ഇത് പരിഹരിച്ച് മുന്നോട്ട് പോകാനാകുമെന്നുള്ളതാണ്. എത്ര പെട്ടെന്ന് ഒരു ഇടപെടൽ സർക്കാർ തലത്തിലുണ്ടാകും?
അല്ല, ഇത് വന്നിട്ട് 14 ദിവസമേ ആയിട്ടുള്ളൂ. അതിനിടയ്ക്ക് തന്നെ സ്വകാര്യ ബസ് ഉടമകളുമായി ഒരു തവണ സർക്കാർ ചർച്ച നടത്തി കഴിഞ്ഞു. ഇതിൻ്റെ എല്ലാ ഇമ്പാക്റ്റും പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സമിതി ഓൾറെഡി സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു പ്രശ്നം ഈ വിഷയത്തിൽ വരുന്നില്ല. നമുക്കറിയാം പ്രതിസന്ധികൾ വരും. അല്ല, നഷ്ടം ഞാൻ പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്ന പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അപ്പോൾ അതായത് ദിവസം നമ്മൾ നോക്കുമ്പോൾ കുറച്ചാണെങ്കിലും അത് ആ സ്റ്റാറ്റിസ്റ്റിക്സ് ആ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് പഠിക്കണം. അങ്ങനെ സ്വകാര്യ ബസ് ഉടമകൾ G-ഫോം കൊടുത്തത് നിർത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എനിക്ക് എൻ്റെ അറിവില്ല. അത് നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ അറിയേണ്ടത് ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി നേരിട്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ബസ് സർവീസ്. അത് നമ്മുടെ കോവിഡ് കാലമാണ്. എല്ലാ ബസ്സും കട്ടപ്പുറത്തായ ഒരു കാലഘട്ടം. അവിടുന്നാണ് ബസ് സർവീസ് തിരിച്ചു വന്നത്. അതുകൊണ്ട് സ്വകാര്യ ബസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സർവീസിനെ സേവനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ്. അവരെ ഇല്ലാതാക്കിക്കൊണ്ടോ അവരെ അവോയ്ഡ് ചെയ്തുകൊണ്ടോ അവർക്ക് ക്ഷീണം വരുത്തിക്കൊണ്ടോ ഒരിക്കലും ഗവൺമെന്റ് മുന്നോട്ട് പോവില്ല എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഉറച്ചു വിശ്വസിക്കാം. ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിക്കൊണ്ട് ഇതിന് പരിഹാരമുണ്ടാക്കുക എന്നുള്ളത് സർക്കാരിന്റെ ചുമതലയാണ്. അത് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഈ മേഖലയെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോവുക. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട, ഒരു തർക്കവും വേണ്ട. അല്ല, ഇത് നീണ്ടുപോകുന്നതിൽ പ്രശ്നമുണ്ടല്ലോ. എങ്ങനെ ഇതിനൊരു ബദൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. എങ്ങനെ ഒരു ബദൽ മാർഗം സർക്കാരിന് സ്വീകരിക്കാനാകും? ഒപ്പം തന്നെ ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് KSRTCയുടെ എണ്ണത്തിൽ കുറവ് ഇപ്പോൾ വടക്കൻ ജില്ലകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. അല്ല, അതൊരു ഇഷ്യൂ ആണ്. കാരണം നമ്മൾക്കറിയാം നേരത്തെ ഉണ്ടായിരുന്ന സർവീസുകൾ പോലും ഇപ്പോൾ 4000 സർവീസ് ഉള്ളത് അത് വെട്ടിക്കുറച്ചിട്ടാണ് അത് 3000-ലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ വടക്കൻ ജില്ലകളിൽ സർവീസ് കുറവാണ്, KSRTCയുടെ യാത്ര കുറവാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒറ്റയടിക്ക് അതിനെ പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമില്ല. അപ്പോൾ അതിനെ പരിഹരിക്കേണ്ടി വരും. അതേസമയം എന്താണ്, ജനങ്ങൾക്ക് അർഹതപ്പെട്ടത് ഏതെങ്കിലും ഒരു പ്രദേശത്തിന് മാത്രം കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് അർഹതപ്പെട്ടത് മറ്റു പ്രദേശങ്ങളിലേക്ക് കൊടുക്കണമെങ്കിൽ സർക്കാർ ഒരല്പം കൂടി ആ വിഷയത്തിൽ മുന്നോട്ട് പോവേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. KSRTCയെ പോലെ തന്നെ സ്വകാര്യ ബസ്സുകളെ കൂടി പ്രിയദർശിനി പദ്ധതിയുടെ ഭാഗമാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതായിരിക്കണം സർക്കാരിന് മുന്നിലുള്ള ഓപ്ഷൻ. അല്ലാതെ ഒരു ഓപ്ഷൻ പെട്ടെന്ന് എല്ലാ ഭാഗത്തേക്കും KSRTC ഇറക്കി അവിടെ പ്രിയദർശിനി ബസ് ഇറക്കി മുന്നോട്ട് പോകലൊന്നും സാധ്യമല്ല, പെട്ടെന്ന് സാധ്യമല്ല. അപ്പോൾ എന്തായാലും സ്വകാര്യ മേഖലയെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെ ഈ ഒരു സേവന പദ്ധതി, ഈ ഒരു വെൽഫെയർ സ്കീമിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് സർക്കാരിന് മുന്നിലുള്ള പോംവഴി. അത് വളരെ പെട്ടെന്ന് അതിന്റെ പരിഹാരം ഉണ്ടാക്കുക എന്ന തരത്തിലേക്ക് തന്നെ ഈ ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ഇങ്ങനെ പഠനങ്ങൾ നടക്കാതെ ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇന്ദിരാ ഗ്യാരണ്ടി തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. അങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ നൽകി അത് ആ തലത്തിലേക്കുള്ള മാത്രം ഒരു നടപ്പിലാക്കൽ, പദ്ധതി ആവിഷ്കരിക്കൽ മാത്രമായി പോയോ എന്നുള്ളതാണ് സർക്കാരിൻ്റെത്. ഒരിക്കലുമില്ല. കാരണം നമ്മൾ ഇതൊക്കെ പറയുന്ന സമയത്ത് ഇതിന്റെ ബെനിഫിഷ്യറീസ് ആയ ആളെ പറ്റി എന്താണ് നമ്മൾ പഠിക്കാത്തത്? നിങ്ങൾ തന്നെ പരിശോധിക്കുക. ഈ നേരത്തെ വന്നിരിക്കുന്ന റീൽസിനെ പോലെ തന്നെ ആ ദിവസങ്ങളിൽ ഇറങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന ഓരോ ആളുകളുടെയും കുറിപ്പിനെ പറ്റി, അവരുടെ അനുഭവങ്ങളെ പറ്റി പറയട്ടെ. ജോലിക്ക് പോകുന്ന ആളുകൾ, ചെറിയ ടെക്സ്റ്റൈൽസ് ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ ചെറിയ കൂലിക്ക് ജോലിക്ക് പോകുന്ന ആളുകൾ, വിദ്യാർത്ഥിനികൾ, അവർക്കൊക്കെ വലിയ സഹായകരമായി മാറിയ ഒരു പദ്ധതിയാണിത്. നമ്മളതിൻ്റെ ഗുണപരമായ കാര്യങ്ങളെ മറന്നുകൊണ്ട് ഇതിനെ സമീപിക്കുന്നത് ശരിയല്ല. നമ്മളിപ്പോൾ പറയുന്നത് ഒരു ഭാഗത്ത് ഗുണപരമായ ഐതിഹാസികമായ ഒരു മൈൽ സ്റ്റോൺ ആയ ഒരു പദ്ധതിയാണ്, മറുഭാഗത്ത് സ്വകാര്യ ബസ് ഉടമകൾക്കും തൊഴിലാളികളെയും ബാധിച്ചിട്ടുണ്ട്. അത് പഠിക്കണം, അത് പഠിച്ച് പരിഹരിക്കുക. ഇപ്പുറത്ത് മാറുന്നു എന്നുള്ളതാണ്. ഞാൻ അവസാനമായി ശ്രീ ഗോപിനാഥിലേക്ക് കൂടിയാണ്. ശ്രീ ഗോപിനാഥ്, അതായത് നിങ്ങളുമായി ആദ്യഘട്ട ചർച്ച നടന്നു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ബദൽ മാർഗങ്ങൾ എങ്ങനെയാണ്? എങ്ങനെ ഇതിനെ പരിഹരിക്കാം? പ്രിയദർശിനിയെ പൂർണ്ണമായി വേണ്ട എന്ന് നിങ്ങൾ പറയുന്നില്ല, എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ്. അല്ല, ഇത് വലിയൊരു കാഴ്ചപ്പാടായിട്ട് വലിയൊരു സംഭവമായിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് പറയുമ്പോൾ കേവലം 25% ആളുകൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. ബാക്കി 70% സർവീസ് നടത്തുന്നത് സ്വകാര്യ ബസ്സുകളാണ്. അപ്പൊ ഞങ്ങൾ ഗവൺമെന്റിന് മുന്നോട്ട് വെക്കുന്ന കാര്യം, ഇപ്പൊ KSRTC ബഹുമാനപ്പെട്ട മന്ത്രി KSRTC ജീവനക്കാരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഭയപ്പെടേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ശമ്പളം കിട്ടും, നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും സർക്കാർ തരും എന്നാണ് KSRTCയോട് പറഞ്ഞത്. ഞങ്ങളും ആവശ്യപ്പെടുന്നത് തന്നെയാണ്, സംസ്ഥാനത്തെ മുഴുവൻ സ്ത്രീകൾക്കും സൗജന്യ യാത്ര ലഭിക്കട്ടെ. സ്വകാര്യ ബസ് KSRTCക്ക് സൗജന്യം കൊടുക്കുന്ന തരത്തിൽ തന്നെ കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾ കയറുന്ന സ്ത്രീകൾക്കും സൗജന്യം കൊടുക്കാനുള്ള ഒരു സാഹചര്യം സംസ്ഥാന സർക്കാർ ഉണ്ടാക്കട്ടെ എന്നാണ്
അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിനിപ്പോ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പുതിയ കാലഘട്ടത്തിൽ അത്തരം സംവിധാനങ്ങൾ ഏർപ്പെടുത്തലൊന്നും വിഷയമല്ല. ഞങ്ങൾക്ക് അതേ സീറോ ടിക്കറ്റ് ഞങ്ങളുടെ ബസ്സുകൾ കയറുന്ന യാത്രക്കാർക്ക്, ഈ സ്ത്രീ യാത്രക്കാർക്ക് സീറോ ടിക്കറ്റിംഗ് നൽകി അതിന്റെ പണം സംസ്ഥാന സർക്കാർ ഞങ്ങൾക്ക് റീഫണ്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് ഞങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ മത്സ്യബന്ധന മേഖലകളിലൊക്കെ മണ്ണെണ്ണയ്ക്ക് സബ്സിഡിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന നമ്മൾ കണ്ടു. ഇപ്പൊ 50 രൂപ സബ്സിഡി ആയിരുന്നു, മണ്ണെണ്ണയ്ക്ക് 70 രൂപയ്ക്ക് സർക്കാർ വർദ്ധിപ്പിച്ചു. ഞങ്ങൾ സംസ്ഥാന സർക്കാർ തരുന്ന പെർമിറ്റിൽ ഓടുന്നതാ. ഞങ്ങൾ ഒരു ദിവസം എത്ര കിലോമീറ്റർ ഓടുന്നുണ്ടെന്ന് സർക്കാരിന് അറിയാം. അപ്പൊ ഞങ്ങളെയും കൂടി ഇതിന് ഉൾപ്പെടുത്താനുള്ള ഒരു സാഹചര്യം സർക്കാർ ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡീസലിന് സബ്സിഡി തരാം. ഞങ്ങൾ അടിക്കുന്ന ഡീസലിന് ഒരു സബ്സിഡി നിരക്ക് തരാം. ഞങ്ങൾ ഒരു ലിറ്റർ ഡീസൽ അടിക്കുമ്പോൾ 22.76% സർക്കാരിന് നികുതി കൊടുക്കുന്നവരാ ഡീസൽ ടാക്സ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഈ വ്യവസായം നിലനിൽക്കണമെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ ഏറ്റവും ചെലവ് കുറഞ്ഞ യാത്രാ സംവിധാനമാണ് സ്വകാര്യ ബസ് വ്യവസായം. അതുകൊണ്ട് സ്വകാര്യ ബസ് വ്യവസായം നിലനിൽക്കാൻ സർക്കാരിന് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ മാതിരി സംരംഭകരെ ഇവിടെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരാണെന്നാണ് പറയുന്നത്. അപ്പൊ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്രോത്സാഹിപ്പിക്കുന്നവര് ഞങ്ങളെ മാതിരിയുള്ള സംരംഭകരെ ഈ ഇവിടെ നിന്ന് ആട്ടി ഓടിക്കാനുള്ള ശ്രമങ്ങൾ നടത്താതെ ഞങ്ങളെ കൂടി നിലനിർത്താനുള്ള സാഹചര്യം ഉണ്ടാക്കി. മുഖ്യമന്ത്രി സഭയിൽ ഈ പദ്ധതിയെ പറ്റി, പ്രിയദർശിനി പദ്ധതിയെ പറ്റിയും അത് സർക്കാരിന്റെ മുഖമുദ്രയാണ് സ്ത്രീ ശാക്തീകരണത്തിൽ എന്നുള്ള കാര്യവും പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ അതേ മുഖമുദ്രയാകുന്ന സ്ത്രീ ശാക്തീകരണം നടപ്പിൽ ആക്കുന്നതിന് ഒപ്പം തന്നെ ദുർബലാവസ്ഥ നേരിടുന്ന, ക്ഷയിച്ചു പോകുമെന്ന് തോന്നിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പ്രതിസന്ധികൾ നേരിടുന്ന സ്വകാര്യ ബസ് മേഖലയെയും കൈപിടിച്ചുയർത്താനുള്ള പദ്ധതി എത്രയും പെട്ടെന്ന് ആവിഷ്കരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നന്ദി ശ്രീ ടി ഗോപിനാഥ്. ഒപ്പം തന്നെ നിജേഷ് അരവിന്ദ്.